ഇവിടെ എബ്രായ ലേഖക ചിന്തകൻ പറയുകയാണ്, എബ്രായ ലേഖനം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഒന്നുകൂടി തമിഴിൽ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ஆகையால் மேகம் போன்ற இத்தனை திரளான சாட்சிகள் நம்மை சூழ்ந்து கொண்டிருக்க பாரமான யாவற்றையும் நம்மை சுற்றி நெருங்கி நிற்கிற பாவத்தையும் தள்ளிவிட்டு விசுவாசத்தை துவக்குகிறவரும் முடிக்கிறவருமாய் இருக்கிற இயேசுவை நோக்கி നമുക്ക് നിയമിച്ചിരിക്കുന്ന ഓട്ടത്തിൽ പൊറുമയോടെ ഓടക്കടവും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുവാൻ വേണ്ടിയാണ് എബ്രായ ലേഖന ചിന്തകൻ പറയുന്നത്. എന്തിനാണ് യേശുവിനെ നോക്കേണ്ടത്? ഇവിടെ പറയുന്നു, വെറും ഒരു യേശുവിനെ അല്ല ഇവിടെ കാണപ്പെടുന്നത്, ആരംഭവും അവസാനവും കുറിക്കുന്ന ഒരു യേശുവിനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ആൽഫയും ഒമേഗയുമാകുന്നു. യേശു ക്രിസ്തു ആദ്യനും അന്ത്യനുമാകുന്നു. ആ യേശു ക്രിസ്തുവിന്റെ വചനം ഇവിടെ കാണപ്പെടുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനാണ്. ആ കർത്താവ് പൂർത്തി വരുത്തുന്ന യേശുവാണ്. നമ്മൾ ക്രൂശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകമായി ഇവിടെ കാണപ്പെടുന്നത്, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അതായത് യേശു ക്രിസ്തുവ് ക്രൂശിനെ സഹിച്ചു എന്ന് കാണപ്പെടുന്നു. ഈ 31 ദിനങ്ങൾ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, യേശു ക്രിസ്തു സഹിച്ചതായ പാടുകൾ, യേശു ക്രിസ്തു അനുഭവിച്ചതായ വേദനകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും തുടർമാനമായി യേശു ക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് താൻ ക്രൂശിനെ സഹിച്ച് അപമാനം അലക്ഷ്യമാക്കി എന്ന് തിരുവെഴുത്തിൽ കാണപ്പെടുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ കാണപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ വേദപുസ്തകം വിരൽ ചൂണ്ടുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയപ്പെടുന്നത് ഒരു സ്വാഭാവികമായ ഒരു മരണമല്ല. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയപ്പെടുന്നത് യാദൃച്ഛ്യമായി, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ലോകത്തിൽ കാണപ്പെടുന്ന മരണം പോലെ ഇന്ന് ഒരു വ്യക്തി ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് പോലത്തെ മരണമല്ല യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയപ്പെടുന്നത്. മറിച്ച് യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയപ്പെടുന്നത് ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരമുള്ള മരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയപ്പെടുന്നത്. പ്രത്യേകാൽ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിന്റെ സകല ജനത്തിന്റെ പാപത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ആ ദൈവം മുൻനിർണയിച്ചിരുന്ന ഒരു മുൻനിർണയമായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവായ ദൈവം, പിതാവായ ദൈവം മുന്നമേ ആ പിതാവ് കരുതി വെച്ചിരുന്നു. എന്താണ്? ഇത്ര ദിവസങ്ങൾ വരുമ്പോൾ, കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ തന്റെ സ്വന്തം പുത്രൻ മരണപ്പെടണം എന്നുള്ള ദൈവിക പദ്ധതിയായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് ഇത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു, പ്ലാൻ ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയപ്പെടുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. മൂന്നാമത്തെ കാര്യം പറയപ്പെടുന്നു, തിരുവെഴുത്തുകളെ നിവർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിതനാകുവാൻ ഇടയെത്തീരുന്നത്. അതായത് ബൈബിളിലെ പ്രവചനം, ന്യായപ്രമാണത്തിലെ ആ പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിതനാകുവാൻ ഇടയെത്തീരുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കാണപ്പെടുന്ന. ഒന്നാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് ഇത് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു. 2, ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. മൂന്നാമത്തെ കാര്യം തിരുവെഴുത്തുകളിലൂടെ ആ പ്രവചന നിവർത്തീകരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ മരണം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയില് പ്രിയമുള്ളവരെ, ദൈവം മുൻനിർണയിച്ചിരിക്കുന്നത് നമ്മെയും കർത്താവ് മുൻനിർണയിച്ചിരുന്നു. കാരണം ഇന്ന് രാത്രിയില് ഈ സഭയ്ക്കകത്ത് നാം ആയിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നമ്മെക്കുറിച്ച് ദൈവം മുൻനിർണയിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. എത്രയോ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, എത്രയോ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും നമ്മൾ തളരാതെ, നമ്മൾ വീഴാതെ നിലനിൽക്കുന്നതിന്റെ ഏക കാരണമെന്ന് പറയപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെ നമുക്കും ഒരു രക്ഷ ഉണ്ടാകണമെന്നും, യേശു ക്രിസ്തുവിലൂടെ നമ്മളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ആ പിതാവായ ദൈവം മുൻ നിർണയിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുവാൻ പരിശുദ്ധനായ ദൈവം കൃപ നൽകിയത്. അങ്ങനെയെങ്കിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ദൂരത്തും ചാരത്തായിരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ ഒന്ന് വിളിച്ചു പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവത്തിന്റെ നിർണയപ്രകാരമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവികമായ പദ്ധതിക്ക് അനുസരിച്ചാണ്. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഇറങ്ങി വരുന്നുണ്ട്. ആ ക്രൂശിലെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടവരുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിൽ പറയുന്നു, യേശുവിനെ നോക്കുവാൻ പറയുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ നോക്കുവാനും നമുക്ക് മാതൃകയാക്കുവാനും നമ്മുടെ ജീവിതം മറ്റൊരു വ്യക്തിയെ നോക്കി ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. യേശു ക്രിസ്തുവിനെ നോക്കാതെയുള്ള ജീവിതം, യേശു ക്രിസ്തുവിലൂടെ ജീവിക്കാതെയുള്ള ജീവിതങ്ങൾ, ആത്മീയമായ ജീവിതങ്ങളെല്ലാം തകർച്ചയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീരും. എന്നാൽ നമുക്ക് ഇന്ന് രാത്രിയിലും നോക്കുവാൻ, മാതൃകയാക്കുവാൻ, പിൻപറ്റുവാൻ ആ യേശുവിന്റെ പാതകളാണ് നമ്മുടെ മുമ്പിൽ കർത്താവ് വരച്ചു കാണിച്ചിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നമുക്ക് യേശു ഒരു മാതൃക കാണിച്ചിട്ട് പോയിരിക്കുകയാണ്. നാം അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ യേശു നമുക്കൊരു മാതൃക കാണിച്ചിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിന്റെ നായകനായ, പൂർത്തി വരുത്തുന്നവനായ ആ യേശുവിനെ നോക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് യേശുവിന്റെ ക്രൂശിനെയാണ്. അവയെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമുക്കത് വരച്ച് കാണിച്ചു തരുന്നത്. നമ്മൾ യേശുവിനെ നോക്കുകയാണെങ്കിൽ ആ യേശുവിന്റെ ക്രൂശിനെയാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് കടന്നു വന്നു. തന്റെ 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ താൻ ജീവിക്കുവാൻ ഇടയായി തീർന്നു. കഷ്ടവും വേദനയും അതുപോലെ തന്നെ രോഗം ശീലിച്ചവനായിരുന്നു. ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നതായ വേദന, ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നതായ കഷ്ടത, അതുപോലെ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നതായ പരീക്ഷകൾ, ആ പോരാട്ടങ്ങളെല്ലാം കടന്ന് അതിജീവിച്ച നല്ല ഒരു ഇടയനാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ആ യേശുവിനെ ഇന്ന് രാത്രിയിൽ പിൻപറ്റി ഓടുവാൻ വേണ്ടിയാണ്, ആ യേശുവിനെ നോക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ആത്മാവ് ഇടപെടുന്നത്. ഇവിടെ നമുക്ക് കാണപ്പെടുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നമ്മൾ നോക്കണം, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ക്രൂശിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ക്രൂശിലെ വചനങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയുന്നത്? യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് അങ്ങനെ തകർന്നു പോയി പരാജയപ്പെട്ട ഒരു കർത്താവല്ല. അല്ലെങ്കിൽ യേശുക്രിസ്തു മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങി എന്നും പരാജിതനായി കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണുന്നത്. മറിച്ച് 3-ാം നാൾ മരണത്തിന്റെ പാശങ്ങളെ അടിച്ചുകൊണ്ട്, മരണത്തിൻ്റെതായ ശക്തികളെ തകർത്തുകൊണ്ട്, 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, ശത്രു ഒരുക്കിയതായ തന്ത്രങ്ങളെ, അവന്റേതായ ആയുധവർഗത്തെ വെപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ നിന്നും, അല്ലെങ്കിൽ ആ മരണത്തിൽ നിന്നും, തന്റെ കഷ്ടാനുഭവങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തനിക്ക് വേണ്ടി ജീവിക്കുവാൻ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന ഓരോ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ നൽകുവാനും ആ കർത്താവായ യേശു ക്രിസ്തു ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി നമുക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നല്ലതാണ്.
യേശുക്രിസ്തുവിൻ്റെതായ ക്രൂശ് ജയമുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമുക്ക് ജീവൻ നൽകുന്നതാണ്, നിത്യജീവൻ നൽകുന്നതാണ്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, സ്തോത്രം, ആ ക്രൂശ് മരണത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ അനുഭവിച്ചതായ യാതനകൾ, കഷ്ടതകൾ, വേദനകൾ ഓരോ ദൈവ പൈതലും ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖക ചിന്തകൻ പറയുന്നു, യേശുവിനെ നോക്കുവാൻ പറയുകയാണ്. നമുക്കറിയാം യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് എങ്ങനെയാണ് കടന്നു വന്നത്. ഫിലിപ്പിയ ലേഖനം നമുക്കൊന്നെടുക്കാം. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:5 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വേഗത്തിൽ വായിക്കാം. അക്രമങ്ങളിൽ മരിത്തവர்களாயிருந்த நம்மை கிறிஸ்துவுடனே கூட உயிர்ப்பித்தார், கிருபையினாலே ரட்சிக்கப்பட்டீர்கள். ഫിലിപ്പിയ ലേഖനം 2:5 വാക്യം വായിക്കാം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു ദൈവപൈതന് നിത്യജീവൻ നൽകുവാൻ വേണ്ടി യേശുക്രിസ്തു എങ്ങനെയാണ് കടന്നു വന്നത്. താൻ എന്തൊക്കെ അവസ്ഥകളിലൂടെ തന്നെത്താൻ ഒഴിച്ച്, അല്ലെങ്കിൽ ത്യജിച്ച് തന്നെത്താൻ ശൂന്യനാക്കി തീർത്തു എന്ന് തിരുവെടുത്തു പറയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ വിശുദ്ധ വേദപുസ്തകം വചനത്തിൽ ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി ആ കർത്താവ് തൻ്റെ ദൈവത്വത്തെ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വത്തെ, ദൈവത്തോടുള്ള ഈക്വാലിറ്റിയെ താൻ മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും തങ്ങളുടെ പൊസിഷൻ വിട്ട് താഴെ വരാൻ ആരും ആഗ്രഹിക്കത്തില്ല, അല്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും നമ്മുടെ പൊസിഷൻ വിട്ട് ഒരിക്കലും താഴെ വരാൻ ഒരിക്കലും താല്പര്യപ്പെടാറില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ കർത്താവ് തന്റെ പൊസിഷൻ വിട്ട് താഴോട്ട് ഇറങ്ങി വന്നു എന്ന് വചനത്തിൽ പറയുന്നു. ദാസരൂപമെടുത്തു. മർത്യൻ, അല്ലെങ്കിൽ മനുഷ്യൻ. മർത്യൻ എന്ന് പറയപ്പെടുന്നത് മരണമുള്ളവൻ എന്നർത്ഥം. ഒരു മനുഷ്യൻ മരണത്തിന് അധീനതനാണ്. ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, പാപത്തു നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ, പാപത്തു നിന്നും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ, ആരെക്കൊണ്ടും അവനെ രക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആ ദൈവമായിരുന്ന കർത്താവ്, ദൈവത്തോട് കൂടെയിരുന്ന, ദൈവത്തോടുള്ള സമത്വമുള്ള കർത്താവ് തന്റെ പൊസിഷനെ വിട്ടുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ദാസരൂപം എടുത്തുകൊണ്ട് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ദാസരൂപം എടുത്ത് ഇഹലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നത് മറ്റൊന്നുമല്ല, ആ ദൈവ സ്നേഹത്തിൽ നിന്നും, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറി കടന്നുപോയ, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട, പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെട്ട, പാപം ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് അകന്ന് ഒരു വലിയ വേർപാട് നിമിത്തം അകന്നുപോയ മാനവകുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഇഹലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഒന്ന്, യേശുക്രിസ്തു ത്യജിച്ചത് യേശുക്രിസ്തുവിൻ്റെതായ ദൈവത്വം എന്നുള്ള ആ വലിയ ആ പദവിയെ കർത്താവ് ഉപേക്ഷിച്ച് താഴെ വരുവാൻ ഇടയായി തീർന്നു.
രണ്ടാമതായി യേശുക്രിസ്തു ഒരു ദാസരൂപമെടുത്തു, മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരു മനുഷ്യനായി യേശുക്രിസ്തുവിനെ കുറിച്ച് വചനത്തിൽ പറയുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. അല്ലെ, ഈ ലോകത്തിൽ കാണപ്പെടുന്ന ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, സകലതും യേശു മുഖാന്തരം ഉളവായി. ഇവിടെ കാണപ്പെടുന്ന പട്ടുനൂൽ പുഴുവിനെ തുടങ്ങി ഇവിടെ കാണുന്ന വലിയ ചരാചരങ്ങളെ, സകല മൃഗങ്ങളെയും ഇടജന്തുക്കളെയും പറവജാതികളെ സകലത്തെയും തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആകാശവിധാനങ്ങളെയൊക്കെ കർത്താവ് ആ ഒരു വാക്കിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ വചനത്തിൽ കാണപ്പെടുന്നു, ഇതെല്ലാം സൃഷ്ടിച്ച കർത്താവ്, ഇത്ര മഹത്വത്തിൽ ഇരുന്ന കർത്താവ്, ഇത്ര പദവിയിലിരുന്ന യേശു കർത്താവ്, ഇത്ര മഹിമയോട് പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന കർത്താവ്, ഒരു ദൈവപൈതനെ രക്ഷിക്കുവാൻ, ഒരു സാധാരണ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരിക്കലും രക്ഷയില്ലെന്ന് പറഞ്ഞ് സാത്താൻ അധികാരത്തിൽ വെച്ചിരുന്ന മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആ കർത്താവായ യേശുക്രിസ്തു തന്റെ പൊസിഷൻ വിട്ട്, ആ സ്വർഗീയ മഹിമകളെ വിട്ട് ഇഹലോകത്തിലേക്ക്, ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ നിങ്ങളെ വിലയുള്ളവരായി കണ്ടുകൊണ്ട്, എന്നെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തുവാൻ വേണ്ടി ആ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാ തീർന്നു. ആ സ്വർഗത്തിലുള്ള സകല മഹത്വത്തെ വിട്ടെറിഞ്ഞാണ് യേശു കർത്താവ് കടന്നു വന്നത്. അങ്ങനെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എത്ര വിലയുള്ളവരാണെന്ന് ദൈവം കണ്ടിരുന്നു, യേശു കണ്ടിരുന്നു. നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങളെ വിലയുള്ളവരാക്കുവാൻ വേണ്ടി ആ കർത്താവ് ജീവൻ നൽകുവാൻ ഇടയാ തീർന്നു. സ്തോത്രം. ആ യേശു കർത്താവ് തന്റെ പൊസിഷനെ വിട്ടിറങ്ങുവാൻ ഇടയെ തീർന്നു. അങ്ങനെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ക്രൂശ് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണപ്പെടുന്നത്, യേശു ക്രിസ്തു ക്രൂശ് ചുമന്നത് ശരിയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പൊസിഷൻ വിട്ട് താഴെ ഇറങ്ങിയത് ശരിയാണ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് ശരിയാണ്. നമ്മൾ എത്ര പേർ ഈ ക്രൂശിനെ ധ്യാനിക്കുന്നു? നമുക്ക് എത്ര പേർക്കാണ് ഈ ക്രൂശിനെ ചുമക്കുവാൻ ഇന്ന് കഴിയുന്നത്? കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ എന്ത് ചെയ്യണം? ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ ലോകത്തിൽ ക്രൂശിലൂടെ അല്ലാതെ നമുക്ക് വിജയമില്ല. ഈ ലോകത്തിൽ ക്രൂശിന്റെ പാതയിലൂടെ പോയിട്ടല്ലാതെ നമുക്ക് രക്ഷയില്ല. ക്രൂശിന്റെ പാടുകളിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് ജീവൻ തന്നത് ശരിയാണ്, ഞാൻ നിങ്ങൾക്ക് എന്റെ അവസാനത്തുള്ളി രക്തം ചിന്തിയത് ശരിയാണ്. പക്ഷേ ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. നോക്കുക പ്രിയമുള്ളവരെ, യേശുക്രിസ്തു തന്നെത്താൻ ത്യജിച്ചു. ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു, അവൻ തന്നെത്താൻ ശൂന്യനാക്കി എന്നാണ്. ഇത്ര മഹത്വത്തിലിരുന്ന കർത്താവ് ഒന്നുമില്ലാത്തവനായി, അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനം, ഒന്ന് പിറക്കുവാൻ പോലും നല്ല ഒരു സ്ഥലമില്ല, പിറന്നു വീഴുവാൻ നല്ല ഒരു ഇടമില്ല. അങ്ങനത്തെ അനുഭവത്തിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് താൻ ഭൂജാതനാകുവാൻ ഇടയാ തീർന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത്, സ്തോത്രം, ഇന്ന് കാണപ്പെടുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, അല്ലെങ്കിൽ നല്ല ഭവനങ്ങൾ പാർത്ത്, അല്ലെങ്കിൽ നല്ല ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിലതൊക്കെ വെടിഞ്ഞത് കൊണ്ടാണ് നമുക്കത് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. യേശുക്രിസ്തു ചിലതൊക്കെ സഹിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി നമുക്കതൊക്കെ നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത്, ഞാൻ യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്നുണ്ടോ? എനിക്ക് യേശുവിന്റെ പാതകളിലൂടെയാണോ ഞാൻ നടക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടയില്ലെന്നാണ്. അല്ലേ? ക്രൂശിൽ മാത്രമാണ് എനിക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നത്. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവർക്കറിയാം ക്രൂശ് എന്ന് പറയപ്പെടുന്നത് തകർച്ചയാണെങ്കിലും, ക്രൂശ് എന്ന് പറയപ്പെടുന്നത് താൽക്കാലികം നോക്കുമ്പോൾ അതൊരു വേദനയാണെങ്കിലും, അതൊരു പരാജയമാണെന്ന് ലോകർ പറയുമ്പോൾ അവർക്കറിയാമായിരുന്നു, ഈ ക്രൂശ് ചുമക്കുന്നവന് ഒരു വലിയ വിജയമുണ്ട്. ഈ ക്രൂശ് ചുമന്ന് ആരാണ് പോകുന്നത്, ആരാണ് സഹിക്കുന്നത്,
അവർക്കൊരു വലിയ സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു തന്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷം ഇരുന്നതായിട്ട് വചനത്തിൽ കാണപ്പെടുന്നു, അല്ലെ? എബ്രായ ലേഖനത്തിൽ പറയുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു, അല്ലെ? സകലതും സഹിച്ചത് കൊണ്ടാണ് പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുവാനിടയായി തീർന്നത്. സകലതും വെടിഞ്ഞതുകൊണ്ടാണ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിനകത്ത് ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു കർത്താവുണ്ട്. അവൻ അന്ത്യത്തോളം നടത്തുവാനും ചിലത് പൂർത്തീകരണം വരുത്തുവാനും നമ്മെ സ്വത്ര ചില മേഖലകളിലേക്ക് എത്തിക്കുവാനും കഴിവുള്ള അധികാരമുള്ള ഒരു കർത്താവിനെ അത്രേ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ക്രൂശിലൂടെ വെളിപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ക്രൂശിതനായി, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, എല്ലാം നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാനവകുലത്തിന് എന്താണ് നേട്ടമുണ്ടായത്? യേശുക്രിസ്തുവിന്റെ മരണം മനുഷ്യന് എങ്ങനെയാണ് നേട്ടം ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ അതെന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ മറവിൽ നടന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എഫേസ്യ ലേഖനം 2-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. அக்கிரமங்களினாலும் பாவங்களினாலும் மரித்தவர்களாய் இருந்த உங்களை உயிர்ப்பித்தார். அவைகளில் நீங்கள் முற்காலத்திலே இவ்வுலக வழக்கத்திற்கேற்றபடியாகவும் கீழ்ப்படியாமையின் பிள்ளைகளிடத்தில் இப்பொழுது கிரியை செய்கிற ஆகாயத்து அதிகார பிரபுவாகிய ஆவிக்கேற்றபடியாகவும் நடந்து கொண்டீர்கள். அவர்களுக்குள்ளே நாம் எல்லாரும் முற்காலத்திலே நமது மாம்ச இச்சையின்படியே நடந்து நமது மாம்சமும் மனசும் விரும்பினவைகளை செய்து சுபாவத்தினாலே மற்றவர்களைப் போல கோவாக்கினின் பிள்ளைகளாய் இருந்தோம். ആമേൻ, സ്തോത്രം. ഇവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യർക്ക് എന്താണ് നേട്ടമുണ്ടായത്, അല്ലെങ്കിൽ മാനവകുലത്തിന് എന്ത് രക്ഷയാണ് ഉണ്ടായത്? ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് കാണപ്പെടുന്നു. നമുക്കറിയാം, യേശുക്രിസ്തു ക്രൂശിതനാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു സ്വന്തം രക്തം മനുഷ്യർക്ക് വേണ്ടി, മാനവകുലത്തിന് വേണ്ടി ചിന്തുന്നതിന് മുമ്പ് ഈ ലോകമായിരുന്നത് എന്താണ്? അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മനുഷ്യരായിരുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും നിറഞ്ഞവരായിരുന്നു. നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ആദമും ഹവ്വയും ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ദൈവ സാന്നിധ്യം പങ്കിടുവാൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകേണ്ടതിന് വേണ്ടി മനുഷ്യനെ തോട്ടത്തിലാക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട ആദമും ഹവ്വയും ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തോട് അടുക്കുവാൻ സാധിക്കാതെ അകലം വിട്ട് കോപത്തിന്റെ മക്കളായി മാറപ്പെട്ട ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആദാമിൽ പാപം വന്നു, എല്ലാവരിലും മരണം വ്യാപരിച്ചു എന്ന വചനത്തിൽ കാണപ്പെടുന്നു. ആദമിൽ വ്യാപരിച്ചിരുന്ന മരണം, അല്ലെങ്കിൽ ആദമിലൂടെ വെളിപ്പെട്ടതായ പാപം, ആ പാപം അടുത്ത ഓരോ ജനറേഷനെയും പാപത്തിന് അടിമപ്പെടുത്തിക്കൊണ്ട് അവരെ കോപത്തിന്റെ മക്കളാക്കി മാറ്റുവാൻ ഇടയായി തീർന്നു. നമ്മൾ നോക്കണം, ദൈവത്തിന്റെ മക്കളായിരുന്ന ദൈവ മക്കളെ, അല്ലെങ്കിൽ ദൈവ പൈതന്നെ പാപം ചെയ്യിപ്പിച്ച് സാത്താൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കോപത്തിന്റെ മക്കളാക്കി മാറ്റുവാൻ ഇടയായി തീർന്നു. ഓപ്പോസിറ്റാക്കി ദൈവ മക്കളെ ആക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നു,
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചു? അതിക്രമങ്ങൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട് മരിച്ചു കിടന്ന, ആത്മാവിൽ മരണം സംഭവിച്ചുകൊണ്ട്, നിത്യജീവന്റെ ദർശനം നഷ്ടപ്പെട്ട്, നിത്യജീവന്റെ വെളിച്ചം നഷ്ടപ്പെട്ട്, ദൈവികമായ വെളിച്ചം നഷ്ടപ്പെട്ട്, ഇരുട്ട് വ്യാപരിച്ചിരുന്ന അന്ധകാരത്തിന്റെ അടിമനുഖത്തിലായിരുന്ന ഓരോ ദൈവമക്കളെ ജീവിപ്പിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ ജീവനെ അർപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ട്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി യേശുക്രിസ്തു നമ്മെ ജീവിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ പറയുന്നു, അമ്മേ സ്തോത്രം, നമ്മൾ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചിലതിനൊക്കെ അനുസരിച്ച് നടക്കും, അല്ലേ? ഒരു ദൈവം വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ യേശുവിനാൽ വീണ്ടെടുക്കപ്പെടാത്ത ആ ഒരു കാലഘട്ടം നമുക്കുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ സാത്താന്റെ അധീനതയിൽ അവന്റെ ഇഷ്ടം പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ് നമ്മൾ എല്ലാവരും. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും ക്രിസ്തുവിലുള്ള രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപം കഴുകൽ പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഒരു വ്യക്തിയെ അനുസരിച്ച് നടന്നു. അത് സാത്താനെയാണ്, അല്ലേ? ആ സാത്താനെ അനുസരിച്ച് നടന്ന്, ആ സാത്താന്റെ ഇഷ്ടം ചെയ്ത്, ആ സാത്താന്റെ പ്രവൃത്തി ചെയ്ത് ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ആ സാത്താന്റെ പദ്ധതികളിൽ നിന്നും അടിമകളാക്കി വെച്ചിരുന്ന ദൈവമക്കളെ വിടുവിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു? താൻ ക്രൂശിൽ യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. எப்படியெனில் அவரே நம்முடைய சமாதானக்காரனராகி இரத்தினத்தாரை ஒன்றாக்கி பகையாக நின்ற பிரிவினை நடுசுவரை தகர்த்து. അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന, മുന്നേ ദൂരമായിരുന്ന നിങ്ങൾ ഇപ്പോഴത്തെ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ രക്തത്തിനാലെ സമീപമാനീர்கள். ഒന്ന് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശു ക്രിസ്തു ഉയർപ്പിച്ചു എന്ന് കാണപ്പെടുമ്പോൾ തന്നെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീരുവാനിടയായി തീർന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്കറിയാം, അന്ന് പഴയ നിയമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ വന്ന് തന്റെ പാപത്തിനു വേണ്ടി, ജനത്തിന്റെ പാപത്തിനു വേണ്ടി അവിടെ ന്യായപ്രമാണ പ്രകാരമുള്ള യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ യേശു കർത്താവ് എന്ത് ചെയ്തു? തന്റെ രക്തം കൊണ്ട് അമ്മേ സ്തോത്രം, വേർപാട് നിമിത്തം അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നിരുന്ന മനുഷ്യനെ, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനെ, അവൻ ദൂരസ്ഥനായിരുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി, അവനെ ഒന്നാക്കേണ്ടതിന് വേണ്ടി, ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വീണ്ടും ഒരു മടങ്ങി വരുവാൻ വേണ്ടി കോപത്തിന്റെ മക്കളായിരുന്ന നമ്മെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു എന്താണ്? കാൺമീ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതെ, നമ്മുടേതായ പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി ഒരു വലിയ ദൂരം, ഒരു വലിയ ഗ്യാപ്പ് നമുക്കും ദൈവത്തിനും തമ്മിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ ഗ്യാപ്പ് നിവർത്തുവാൻ വേണ്ടി, അതിനെ നിരപ്പിക്കുവാൻ വേണ്ടി അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു അമ്മേ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ സമീപസ്ഥരായി തീർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രിയ ദൈവത്തിന്റെ പൈതലെ, ആരെങ്കിലും പിശാച് പാപത്തിൻ്റെതായ പ്രലോഭനങ്ങൾ കൊണ്ടിട്ട്, പാപത്തിൻ്റെതായ ചിന്തകൾ കൊണ്ടിട്ട്, പാപത്തിന്റെ വഞ്ചിക്കുന്നതായ മോഹങ്ങളെ കൊണ്ടിട്ട് ദൈവത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ, ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ നിങ്ങളെ അകറ്റുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ നിങ്ങളെ ദൂരസ്ഥരാക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ,
ഇന്ന് രാത്രി ഒന്നുകൂടി വിളിച്ചു പറയണം, ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്, സാത്താന് എനിക്കുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും മനസ്സു തുറന്ന് ദൈവ സ്നേഹത്തോട് അടുത്തു വരുക, ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുക്കുക, ഒന്നുകൂടി വിധേയപ്പെടുക ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്നെ ദൂരസ്ഥനാക്കി മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല, നിന്നെ അടുപ്പിക്കുന്ന ദൈവമാണ്, നിന്റെ അരികിൽ കൊണ്ടുവരുന്ന ദൈവമാണ്. ആമേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആമേ ദൈവത്തിന്റെ സന്നിധിയിൽ പറയണം, ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ദൈവവേദലാണ്, ക്രിസ്തുവിന് മാത്രമാണ് എനിക്ക് പങ്കുള്ളത്, മറ്റൊരു ശക്തികൾക്ക് എന്നോട് അധികാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കാണപ്പെടുന്നു 2-3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഒന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ജീവിപ്പിച്ചു. 2, ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി. 14-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, എപ്പടിയെനിൽ അവരെ നമ്മുടെ സമാധാനകാരണരാകി. യേശു നമ്മുടെ സമാധാനമായി കാണപ്പെടുന്നു. അടുത്ത്, ഇരുതിരത്താരെ ഒന്നാക്കി, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, പകയകന്നിന്റെ പിരിവിനെയായി നടിച്ചുവരെ തകർത്ത്, ചട്ടത്തിട്ടങ്ങളായ ന്യായപ്രമാണത്തെ തമ്മുടെ മാംസത്തിനാലെ ഒളിത്ത്, ഇരുതിരത്താരെയും തമക്കുള്ളാക ഒരേ പുതിയ മനുഷ്യനാக சிருஷ்டித்து, இப்படி சமாதானம் பண்ணி பகையை சிலுவையினால் கொண்டு, അതിനാലെ ഇരുതിരത്താരെയും ഒരേ ശരീരமாக ദേവനുക്ക് ഒപ്പുരവാക്കിനാർ. മതി. ഇവിടെ പറയുന്ന ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം സംഭവിച്ചത് മറ്റൊരു തലത്തിൽ സംഭവിച്ചത് എന്തെന്ന് പറയപ്പെട്ടാൽ, യഹൂദനും ജാതിയരും തമ്മിലുള്ള ഒരു വേർപാടുണ്ടായിരുന്നു. യഹൂദനും ജാതിയും തമ്മിലുള്ള ഒരു വേർപാട്, ഒരു വലിയ അകലമുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്റെ ജഡത്തിൽ ആ കട്ടത അനുഭവിച്ചുകൊണ്ട് ആ വേർപാടിന്റെ നടുച്ചുവരിനെ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ന്യായപ്രമാണം ഒരു മനുഷ്യനെ പാപി എന്ന് മുദ്ര കുത്തിയപ്പോൾ, ന്യായപ്രമാണത്തിനൊരിക്കലും ഒരു മനുഷ്യന്റെ പാപത്തു നിന്നും അവനെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാനോ അവനെ സ്വതന്ത്രമാക്കുവാനോ പാപത്തിന്റെ ചങ്ങലകളിൽ നിന്നും രക്ഷിക്കുവാനോ സാധ്യമല്ലാതിരിക്കുമ്പോൾ, യേശു ക്രിസ്തു തന്റെ ജഡ ശരീരം കൊണ്ട് എന്ത് ചെയ്തു? ആ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു മാറ്റിയിട്ട് ന്യായപ്രമാണം ഒരു വ്യക്തിയെ പാപിയെന്ന് മുദ്ര കുത്തിയപ്പോൾ ആ ശത്രുത്വത്തെ യേശു ക്രിസ്തു ഇല്ലാതാക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, ഈ വചനം ശ്രമിക്കുന്ന ദൈവ പൈതലെ, ശത്രുത്വം യേശു ക്രൂശിൽ വെച്ച് ഇല്ലാതാക്കുവാൻ ഇടയായി തീർന്നു. ശത്രുത്വത്തെ ദൈവം ഇല്ലാതെയാക്കി സമാധാനം നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നു. അല്ലേ? വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ എന്ന് വചനം പഠിപ്പിക്കുന്നു. അല്ലേ? ആരെങ്കിലും ഇന്ന് രാത്രി സമാധാനമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഇന്ന് രാത്രി സമാധാനം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നെങ്കിൽ, എനിക്കിന്ന് സമാധാനപ്പെട്ടിരിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ, വചനം പറയുന്നു, ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. വചനത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു. അല്ലേ? ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു ക്രിസ്തു എത്ര നല്ല സ്നേഹിതനാണ്. അല്ലേ? നമ്മുടെ കർത്താവ് എത്ര മാത്രമാണ് നമ്മളെ സ്നേഹിച്ചത്. പറയുന്നു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നാണ്. എന്റെ സമാധാനം നിങ്ങളിൽ വാഴണമെന്നാണ് പറയുന്നത്. അല്ലേ? നമ്മളിൽ ചിലപ്പോഴൊക്കെ സമാധാനം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അല്ലേ? ചിലപ്പോൾ രോഗങ്ങള്, കടബാധ്യതകള്, ലോകത്തിന്റെ പ്രശ്നങ്ങള്, ആത്മീയ ജീവിതത്തിലെ വെല്ലുവിളികള്, പരീക്ഷണങ്ങള്, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് സമാധാനം ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ആ സമാധാനം നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് പെട്ടെന്ന് തിരികെ കിട്ടും. എങ്ങനെ കിട്ടും? നമ്മൾ അല്പനേരം ഒന്ന് പാടി ആരാധിച്ചാൽ, നമ്മൾ അല്പനേരം ദൈവത്തിന്റെ വചനം ഒന്നെടുത്ത് വായിച്ചാൽ, നമ്മൾ അല്പനേരം ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് ദൈവത്തിന് സ്തുതി അർപ്പിച്ചാൽ, നമ്മൾ അല്പനേരം നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെച്ചാൽ നമ്മുടെ വേദനകൾ മാറിപ്പോകുവാൻ ഇടയായി തീരും. എന്നാൽ നമുക്ക് സമാധാനം വീണ്ടും കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയപ്പെടുന്നത്, ആ ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ നിന്നും ഏതോ കാരണത്തിൽ മാറിപ്പോയിരിക്കുകയാണ്.
ആ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണമായ സമാധാനം നമ്മളിൽ കിട്ടാതെ വണ്ണം ദൈവത്തിൽ നിന്നും നമ്മൾ ഏതോ തലത്തിൽ അകന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നമുക്ക് പൂർണ്ണമായ സമാധാനം നൽകുവാൻ യേശു ക്രിസ്തു ക്രൂശിതനാകുവാൻ ഇടയായി തീർന്നു. ദൂരത്തിരുന്ന നമുക്ക് ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു പോകാം. അല്ലെ, നമുക്കറിയാം അമ്മേ മഹാപുരോഹിതന് മാത്രമാണ് അമ്മേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അധികാരമുണ്ടായിരുന്നത്. അമ്മേ സ്തോത്രം. എന്നാൽ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, തത്സമയത്തിന് സഹായം ലഭിപ്പാൻ, കൃപ പ്രാപിപ്പാൻ നമുക്ക് ഏത് സമയത്തും കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. അല്ലേ അമ്മേ സ്തോത്രം. അവിടെ നമുക്കൊരു വേർപാടില്ല. ഏത് സമയം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഏത് സമയം ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം, ഏത് സമയം ദൈവത്തിന്റെ ശക്തി നമുക്ക് ഏറ്റുകൊള്ളാം. കാരണം ഒരു വേർപാടില്ലാതെ ഒരു അമ്മേ കർത്താവായ യേശു ക്രിസ്തു അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വെളിപ്പെട്ടതായ ആ സ്നേഹം എത്ര മാത്രമാണെന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. അമ്മേ സ്തോത്രം. വെറുതെയല്ല യേശു ക്രിസ്തു യാഗമായി തീർന്നത്, വെറുതെയല്ല യേശു ക്രിസ്തു അമ്മേ സ്തോത്രം അവൻ അപമാനം അലക്ഷ്യമാക്കി എന്ന് വചനത്തിൽ പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം നമ്മൾ എടുത്തു വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഹിച്ചതായ വേദനകള്, യേശു ക്രിസ്തുവിന്റെ രൂപം എങ്ങനെയായിരുന്നു, യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു ആ കട്ട ദിവസങ്ങളിലായിരുന്നു എന്നത് വ്യക്തമായി അവിടെ കാണപ്പെടുന്നു. 53-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് ഒരാൾക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 53-ന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ഇളങ്കിളിയെ പോലവും വരണ്ട നിലത്തിൽ നിന്ന് തുളിർக்கிற വേരെ போலவும் அவருக்கு முன்பாக எழும்புகிறார். அவருக்கு அழகும் இல்லை, சௌந்தரியமும் இல்லை. அவரை பார்க்கும் போது நாம் அவரை விரும்பத்தக்க ரூபம் அவருக்கு இல்லாதிருந்தது. அவர் அசட்டை பண்ணப்பட்டவரும் மனுஷரால் புறக்கணிக்கப்பட்டவரும் துக்கம் நிறைந்தவரும் பாடு அனுபவமாய் இருந்தார். മതി. ഇവിടെ 53-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, താൻ ഈ ഭൂമി ജനിക്കുന്നതിന് മുമ്പ്, താൻ മാനവകുലത്തിന് വേണ്ടി പാപത്തിന് പരിഹാരമായി യാഗമായി തീരുന്നതിന് മുമ്പ് 53-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, അവന് രൂപഗുണമില്ല, അല്ലേ, അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യനാ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. നോക്കണമേ പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, കർത്താവ് തന്റെ പൊസിഷൻ വിട്ട് താഴെ ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്തൊക്കെയാണ് നമുക്കറിയാം. അമ്മ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടപ്പോൾ പറയുന്നു, സൂര്യനേക്കാൾ ശോഭയുള്ള കർത്താവെന്ന്, അഗ്നി ജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ലേ, വെള്ളോട്ടിന് സദൃശമായ പാദമുള്ളവനെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യെശയ്യാവ് ദർശിക്കുമ്പോൾ കാണുന്നത് എന്താണ്? രൂപഗുണമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, അമ്മേ സ്തോത്രം നിന്ദാപാത്രമായി തീരപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് യെശയ്യാവ് കാണുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ആ കാര്യം എന്താണ് അങ്ങനെ ഉണ്ടാകുവാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ പാപങ്ങളാണ് യേശു ക്രിസ്തു നിന്ദിക്കപ്പെട്ടവനായിരിക്കുവാനിടയായി തീർന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, അല്ലേ, അമ്മേ സ്തോത്രം, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അല്ലേ, യേശു ഇവിടെ നിന്ദിക്കപ്പെട്ടവനാണെന്ന് കാണപ്പെടുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി. അല്ലേ, ക്രൂശ് മരണം എന്ന് പറയപ്പെടുന്നത് സാധാരണ ഒരു വലിയ പ്രൗഡായിട്ടുള്ള ഒരു മരണമല്ല. അതായത് യഹൂദന്മാരുടെ ഇടയിൽ ഒരുവൻ ക്രൂശിതനാകുവാൻ പോകുന്നുവെങ്കിൽ, ഒരു ശിക്ഷയിൽ വിധിക്കപ്പെട്ട് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി, അവനെ ശാപമായിട്ടാണ് ലോകർ കണ്ടിരുന്നത്. അങ്ങനെ ഒരാള് അവൻ ക്രൂശുമായി പോകുമ്പോൾ അവരെ നിന്ദിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, അപമാനിക്കാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ അപമാനത്തെ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. വേദനകളും നിന്ദകളും പ്രയാസങ്ങളെയൊക്കെ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. അലക്ഷ്യമാക്കി എന്നുള്ള ഒരർത്ഥം എന്ന് പറയപ്പെടുന്നത്, അമ്മേ സ്തോത്രം, ഭൂമിയിലുള്ള കട്ടപ്പാടുകളും നിന്ദകളെയും പരിഹാസങ്ങളെയും എന്ത് ചെയ്തു? ഒന്നുമില്ലെന്ന് എണ്ണി. അതിന് വില ദൈവം കൊടുത്തില്ല. അല്ലേ, അമ്മേ സ്തോത്രം, അപമാനിച്ചപ്പോൾ ദൈവം അതൊന്നും നോക്കിയില്ല. കാരണം എന്താണ്? തന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്.
അമേ സ്തോത്രം തനിക്കായി അമേ താൻ ജീവൻ കൊടുത്ത് നേടുവാനുള്ള ഒരു കൂട്ടം ആത്മാക്കളെ യേശു കണ്ടിരുന്നത് കൊണ്ട് ഒരു വലിയ സന്തോഷമുണ്ട്. അല്ലേ, ഞാൻ ചിന്തിക്കുവാനിടയെ തീർന്നു, സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്തിലാണ് സന്തോഷിച്ചത്? അല്ലേ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു എന്ന് വചനത്തിൽ പറയുന്നു. അല്ലേ, എന്താണ് മുമ്പിലിരുന്ന സന്തോഷം? ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പറയുന്നു, അമേ സ്തോത്രം, മാനസാന്തരപ്പെട്ട് പ്രയോജനപ്പെടാത്ത 99 നീതിമാന്മാരെക്കാളും അല്ലേ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. അല്ലേ, ഒരു വ്യക്തി ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഒരു ദൈവത്തിന്റെ പൈതൽ അല്ലെങ്കിൽ ലോക മനുഷ്യനായി ജീവിച്ചവൻ അവൻ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അമ്മേ സ്തോത്രം, സ്വർഗത്തിൽ ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും രക്ഷയിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട് ആ സന്തോഷത്തെ ഓർത്തുകൊണ്ടാണ് യേശു ക്രിസ്തു നിന്ദിക്കപ്പെട്ടവനായും തകർക്കപ്പെട്ടവനായും രോഗം ശീലിച്ചവനായും നുറുക്കപ്പെട്ടവനായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ആ യേശുവിന്റെ ശരീരം വിരൂപമാക്കപ്പെട്ടത് എന്നെ നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. നമ്മളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് കണ്ടതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, ഈ ക്രൂശ് ഒരിക്കലും നിന്നെ ക്രിസ്തുവിൽ നിന്നും അകറ്റി നിർത്തരുത്. ഈ ക്രൂശ് ഒരിക്കലും നിന്നെ ദൈവകൃപയിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയായി മാറപ്പെടരുത്. ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒന്നാണ്. ഇത് നിന്നെ അകറ്റി നിർത്തുന്ന ഒന്നല്ല, നിന്നെ അടുപ്പിക്കുന്ന ഒന്നാണ്. ആമേൻ സ്തോത്രം. നിനക്ക് വേണ്ടി നിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുക, നിത്യരാജ്യത്തിന് വേണ്ടി നീ അവകാശിയായി തീരുക. കോപത്തിന്റെ മക്കളായിരുന്ന നമ്മെ ഓരോരുത്തരെ ദൈവത്തിന്റെ മക്കളെന്ന് മുദ്ര കുത്തിക്കൊണ്ട് പിശാചിന്റേതായ പദ്ധതികളെ തകർത്തുകൊണ്ട് ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 53:10 കൂടി വായിക്കാം. യെശയ്യാവ് 53:10 വേഗത്തിൽ ഒന്ന് വായിക്കാം. അവരെ സിദ്ധമാക്കി അവരെ പാഴൽക്കുட்படுத்தினார். அவருடைய ஆத்துமா தன்னை குற்ற நிவாரண பலியாக ஒப்புக்கொடுக்கும்போது அவர் தமது സന്തതിയെ കണ്ട് നീടിത്ത നാൾക്കളായി ഇരുപ്പാർ. മതി. ഇവിടെ പറയുന്നു 53:10 വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് എന്ത് തോന്നി? ഇഷ്ടം തോന്നി. അവന് ഘട്ടം വരുത്തി എന്ന് വചനത്തിൽ പറയുന്നു. അല്ലേ, ആ പിതാവിൻ്റെതായ അമ്മേ സ്തോത്രം ആ തന്റെ പുത്രനെ ഏൽപ്പിച്ച് നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. ആ പിതാവിന് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി ആ പുത്രനെ തകർത്ത് കളയുവാൻ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാകേണ്ടതിന് ആ പിതാവിന് നാമേ സ്തോത്രം ഇഷ്ടം തോന്നുവാൻ ഇടയായി തീർന്നു. കാരണം എന്താണ്? ദൈവത്തിന്റെ മക്കൾ അമ്മ നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടെടുപ്പുണ്ടായി. അല്ലെ, എബ്രായ ലേഖനം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 9:11 മുതലുള്ള വാക്യങ്ങൾ. வரப்போகிற நன்மைகளுக்குரிய பிரதான ஆசாரியரை வெளிப்பட்டு கையினால் செய்யப்பட்டதாகிய இந்த சிருஷ்டி சம்பந்தமான கூடாரத்தின் வழியாக அல்ல, பெரிதும் முத்துவமான கூடாரத்தின் வழியாகவும் வெள்ளாட்டுக்கடா இளங்கால இவைகளுடைய இரத்தத்தினாலே அல்ல, தம்முடைய சொந்த இரத்தத்தினாலும் ஒரே தர மகா பரிசுத்த ஸ்தலத்திலே பிரவேசித்து நித்திய மீட்பை உண்டு பண்ணினார். നിത്യമായ ഒരു വീണ്ടെടുപ്പിനെ സാധിപ്പിക്കുവാനിടയായി തീർന്നു. അല്ലെ, വചനത്തിൽ പറയുന്നു, അമ്മേ സ്വന്തം രക്തത്താൽ, അതായത് നമ്മൾ ന്യായപ്രമാണ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പശുക്കിടാക്കളുടെയും അമ്മേ ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ട് ഒരുത്തനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാനോ പാപത്തു നിന്ന് മോചിക്കുവാനോ കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ഒരിക്കലായിട്ട് തന്റെ സ്വന്തം രക്തത്താൽ എന്ത് ചെയ്തു? വീണ്ടെടുത്തു, നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ ഇടയായി തീർന്നു. അല്ലേ, അപ്പോൾ അമ്മേ ആട്ടുകൊറ്റന്മാരുടെ അമ്മേ പശുക്കിടാക്കളുടെ രക്തത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് യാഗമായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ക്രൂശിനെ നമ്മൾ അനുദിനം പിൻഗമിച്ചു കൊണ്ടേയിരിക്കണം. സ്തോത്രം. അമ്മേ കേരളക്കരയിൽ അമ്മേ സ്തോത്രം വളരെ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട ഒരു മാതാവായിരുന്നു അമ്മേ സ്തോത്രം അന്നമ്മ എന്ന് പറയപ്പെടുന്ന മാതാവ്, അന്നമ്മ മാമൻ എന്ന് പറയപ്പെടുന്ന. ഏകദേശം 22 വയസ്സ് പ്രായത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട്
തെരുവോരങ്ങളിൽ ചെന്ന് യേശുവിന്റെ സുവിശേഷത്തെ അറിയിച്ച് വളരെ വേദനകളും കഷ്ടപ്പാടുള്ള ജീവിതം നയിക്കപ്പെടേണ്ടി വന്ന ഒരു മാതാവായിരുന്നു. ജീവിതത്തിൽ യേശുവിന്റെ ക്രൂശ് മാത്രം മതി എന്ന് അവർ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അവരുടെ യൗവന പ്രായത്തിൽ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചത് കൊണ്ട് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുവാനിടയായി തീർന്നു. അവരുടെ വീട്ടുകാർ അവരെ പുറത്താക്കി. അവരിങ്ങനെ തെരുവോരങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു. അന്ന് അവരൊരു തീരുമാനമെടുത്തു, എന്ത് വന്നാലും ഞാൻ യേശുവിന്റെ ക്രൂശ് വിട്ട് ഞാൻ പിന്മാറിപ്പോകത്തില്ല. എത്ര കഷ്ടത വന്നാലും എത്ര വേദന വന്നാലും യേശുവിന്റെ ക്രൂശ് മാത്രം എനിക്ക് മതിയെന്നുള്ള തീരുമാനത്തോടെ ആ മാതാവ് കടന്നു പോകുവാനിടയായി തീർന്നു. ആ മാതാവ് പാടിയ പാട്ടാണ് ലോകാമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പലിനോടിയിട്ട് നിത്യ വീടുന്നുണ്ടാവിടെ എത്തി കൂടെ വിശ്രമിക്കാം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയോ ഞെരുക്കത്തിനൊപ്പം ഞാൻ നിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണോന്നി കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലോ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ഭക്തന്മാർ എല്ലാവരും കർത്താവിന്റെ ക്രൂശ് നോക്കിയാണ് അവർ കടന്നുപോയത്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ മറ്റാരെ നോക്കണ്ട, യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ലോകക്കാരെ നോക്കിയാ നീ വീണുപോകും. സഭയിലുള്ളവരെ നോക്കിയാ നീ വീണുപോകും. നിന്റെ അയൽവാസികളെ നോക്കിയാ നീ വീണുപോകും. നിന്റെ ഫ്രണ്ട്സിനെ നോക്കിയാ നീ വീണുപോകും. എന്നാൽ നിനക്ക് വേണ്ടി പൂർത്തി വരുത്തുന്നവനായ ഒരു യേശു കർത്താവുണ്ട്. നിന്റെ ജീവിതത്തിന് തുടക്കമിട്ട കർത്താവ് നിന്റെ ജീവിതത്തെ ഈ ഭൂമിയിൽ എത്ര നാൾ വരെ നീട്ടിക്കൊണ്ടു പോകണമെന്ന് നിർണയിക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. ഈ ലോകത്തിൽ അതിനെതിരായിട്ട് എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എത്ര പരിശോധനകൾ കടന്നു വന്നാലും നിന്നെ ഇളകാതെ നിർത്തുവാൻ കഴിവുള്ള ഒരു മകൾ ശക്തിമാനായ ഒരു കർത്താവ് നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പൈതലെ, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാനിതാ യെരുശലേമിലേക്ക് കടന്നു പോകുകയാണ്. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി കടന്നു പോകുകയാണ്. എന്നെ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എങ്കിലും ഞാൻ എന്റെ ജീവനെ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം എന്താണ്? ക്രൂശിനെ ജയിച്ച ഒരു കർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ, അമ്മേ സകലത്തെ നിവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ, ഒരു പൂർത്തീകരണം വരുത്തുന്ന കർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ എന്തുകൊണ്ട് കലങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇന്ന് രാത്രി നീ എന്തുകൊണ്ട് വേദനപ്പെട്ടുന്നു? ഇന്ന് രാത്രി നീ എന്തുകൊണ്ട് അമ്മേ സ്തോത്ര പരിതാപകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു? യേശു കർത്താവ് ആ ക്രൂസ് എടുത്തിട്ട് അവ ഉപേക്ഷിച്ച് കടന്നുപോയ ദൈവമല്ല. ധൈര്യത്തോടെ ആ ക്രൂസ് വരെ കടന്നുപോയി, ഗോൽഗാഥ വരെ കടന്നുപോയി. അവിടെ വെച്ച് യാഗമാ തീർന്ന് മരണത്തെ ജയിച്ച്, മരണത്തിന്റെ പാശങ്ങളെ ജയിച്ച് ഇന്നും ഉയർത്തി ജീവിക്കുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി
ആതങ്കപ്പെടണ്ട, ഇന്ന് രാത്രി ഭയപ്പെടണ്ട, ഇന്ന് രാത്രി നീ പേടിക്കണ്ട. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി നിന്റെ തലമുറകളുടെ മേലുണ്ട്. നിന്നെ മുൻപോട്ട് നയിക്കുവാൻ ആരുമില്ലെന്ന് നീ കരയുമ്പോ, എനിക്കാരുമില്ല എന്ന് നീ നിലവിളിക്കുന്ന ശബ്ദം ഇന്ന് രാത്രി കർത്താവ് കേൾക്കുകയാണ്. ഓ റിബാല കത്തുനാലി ബിക്കറബ ശറബ കത്തുനാലിയ, ഓ റിബാല കസിബോറബ കഷാതിയാനിയ റിബൽ പ്രൗഡസിയാനിയ. നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ഇടത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. തകർന്നിരിക്കുന്ന ഇടത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. പരാജയപ്പെട്ട് കിടക്കുന്ന നിന്നെ ഇന്ന് രാത്രിയിൽ പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. കാരണം പരാജയപ്പെട്ട ഒരു കർത്താവല്ല, തകർന്നുപോയ ഒരു കർത്താവല്ല. വചനം ഇങ്ങനെ പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിവില്ലാതെയിരുന്നു. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, അവൻ പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരോടുകൂടി ജയോത്സവം കൊണ്ടാടി എന്ന വചനത്തിൽ പറയുന്നു, അല്ലേ? സാത്താൻ ഒരു കൂട്ടം വ്യക്തികളെ, ഒരു കൂട്ടം ജനത്തെ അവന്റെ പാപത്തിന്റെ അധീനതയിലാക്കിക്കൊണ്ട് ഇനി ഇവനെ രക്ഷിക്കുവാൻ, ഇവരെ വീണ്ടെടുക്കുവാനും ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അധികാരത്തോടെ നിന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ എന്ത് ചെയ്തു? അവനെ നീക്കുവാനിടയായി തീർന്നു. ഒന്ന് വായിക്കാം എബ്രായ ലേഖനം, ഒന്നെടുക്കാം വേഗത്തിൽ. 2:14 വാക്യം കൂടി വായിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 2:14 വാക്യം വേഗത്തിൽ വായിക്കാം. ஆதலால் பிள்ளைகள் மாம்சத்தையும், கண்டோ பிள்ளைகள் மாம்சத்தையும் இரத்தத்தையும் உடையவர்களாய் இருக்க அவரும் அவர்களைப் போல மாம்சத்தையும் இரத்தத்தையும் உடையவரானார். അവരെ പോലെ ആയി തീർന്നു. എന്താണ്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. കാരണം എന്താണ്? ജഡരക്തങ്ങളെ പിശാച് മരണത്തിന്റെ കീഴിൽ അടച്ചു, പാപത്തിന്റെ കീഴിൽ അടച്ചു. ഇവരെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ആരും ഇനി ഒരു രക്ഷകൻ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ അധികാരത്തോടെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? മാംസരക്തങ്ങളോട് കൂടിയിരുന്ന തന്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു. അടുത്ത വചനം വേഗത്തിൽ വായിക്കാം. മരണത്തിന് അധികാരിയായ പിശാച്. കണ്ടോ, ആരാണ് അധികാരി? മരണത്തിന്റെ അധികാരി ആരായിരുന്നു? സാത്താൻ, മരണത്തിന്റെ അധികാരി. ആ പിശാചിനെ എന്ത് ചെയ്തു? മരണത്തിനാലെ അഴിക്കുംപടിക്ക് തന്റെ മരണത്താൽ എന്ത് ചെയ്തു? അടിച്ചു, തന്റെ മരണത്താൽ നീക്കി. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. മാംസരക്തങ്ങളോട് കൂടിയവരായിരുന്ന ദൈവത്തിന്റെ ജനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു. മരണത്തിന്റെ അധികാരിയായ സാത്താൻ എന്ത് ചെയ്തു? തന്റെ മരണത്താൽ നീക്കി. ക്രൂശ് മരണം എന്ന് പറയപ്പെടുന്നത് വെറുതെ നടന്നതല്ല. ക്രൂശിലെ മരണം എന്ന് പറയപ്പെടുന്നത് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല. എന്താണ്? മാംസരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു മരണത്തിന്റെ അധികാരിയായ സാത്താനെ, മരണത്തിന്റെ ഭീതിയിലായിരുന്ന ജനത്തെ, മരണത്തെ കണ്ട് പേടിച്ചിരുന്ന ജനത്തെ, മരണത്തിൽ അടിമപ്പെട്ടിരുന്ന ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി താൻ ആ മരണപാശങ്ങളെ അടിക്കുക യേശു ക്രിസ്തു ക്രൂശിതനാകുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, ഇന്ന് രാത്രി സാത്താന്റെ അടിമ നുഖങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി തകർക്കുകയാണ്. ചില കുടുംബങ്ങളിൽ പോരാടുന്ന അടിമ നുഖത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് തകർക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അടിമ നുഖങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചില ഭയത്തിന്റെ ആത്മാവേ ഇന്ന് രാത്രി വിട്ടുപോ. റിക്കമാനാദിനാലിയ ചില ഭയത്തിന്റെ ആത്മാവ്, ചില വ്യക്തികളെ ഭരിക്കുന്ന ആത്മാവ്, മരണത്തിന്റെ പേടികള്. എന്റെ രോഗം ഇനി മരണത്തിനാണോ? ഈ രോഗം ഞാൻ മരിക്കുവാനാണോ? ഈ രോഗം ഞാൻ മരിക്കുവാനാണോ എന്ന് നിന്നെ മരണത്തിന്റെ പേടി കൊണ്ടിട്ട്, എന്നും നിന്നെ ഭയം കൊണ്ടിട്ട് പലവിധമായി പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി യേശു ജഡ ശരീരത്തോട് ഇറങ്ങി വന്ന് ജഡരക്തങ്ങളോട്
രക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്ന് മരണത്തിന്റെ അധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നീക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം ചിലതിനെ നീക്കുകയാണ്. ചില ദൂട്ട സൈന്യത്തിന്റെ ശക്തികളെ ദൈവം നീക്കുകയാണ്. ചില അന്ധകാരത്തിന്റെ പോരുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അടിക്കുകയാണ്. ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അടിക്കുകയാണ്. ഓ റിക്കമനസിയാനിയ, യേശുവിന്റെ രക്തം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേൽ കുറുമ്പടിമേൽ കണ്ടപ്പോൾ സംഹാരകൻ മാറി കടന്നുപോയതുപോലെ, സംഹാരകൻ മാറിയതുപോലെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം തളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ രക്തത്താൽ ആമേ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നിന്നെ ഒന്നുകൂടി സ്വതന്ത്രമാക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇന്ന് സ്തോത്രം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിയുടെ കുടുംബത്തില് ചില അന്ധകാര കോട്ടകള്, ഇന്ന് രാത്രി ചില ശത്രുവിന്റെ ഭയങ്ങള്, ചില പിശാചിന്റേതായ ദുഃഖങ്ങള് ഇന്ന് രാത്രി ദൈവാത്മാവ് തകർക്കുകയാണ്. ഓ മരണത്തിന്റെ പാശങ്ങളെ അടിച്ചു, മരണത്തിന്റെ വേദനകളെ അടിച്ച് ഇന്ന് രാത്രി മരണത്തിന്റെ കെട്ടുകള് ഇല്ല കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകുകയാണ്. ഇല്ല മരണത്തിന്റെ ഭീതികള് യേശുവിന്റെ നാമത്തിൽ മാറുകയാണ്. ഇന്ന് രാത്രി ചിലതിനേക്ക് മരണത്തിലേക്ക് നയിക്കുക, ചിലതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അടിമനുഖത്തിലാക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവവേദന ചില തലമുറകളെ മരണത്തിലാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചില ദൂട്ട ശക്തികളെ ഇന്ന് രാത്രി അവയുടെ അടിമ ചങ്ങലകളെ ദൈവം തകർക്കുകയാണ്. ഇന്ന് നീ ആരാധിക്കുമ്പോൾ, ഇന്ന് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ആ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുകയാണ്. ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അടിക്കുകയാണ്. ആ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് തകരുകയാണ്. ഈ ക്രൂശിലൂടെ മാത്രമാണ് അത് സാധ്യമാകുന്നത്. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെയാണ് അത് നടക്കുന്നത്. ആ യേശു ക്രിസ്തുവിൻ്റെതായ മരണത്തോട് സകല ശത്രുവിൻ്റെതായ ശക്തികളെ തകർത്തു കളഞ്ഞു. ഇന്ന് രാത്രി ക്രൂശ് പരാജയമല്ല, ക്രൂശ് ഒരു അനുഗ്രഹമാണ്, ക്രൂശ് ഒരു വിജയമാണ്. ആരൊക്കെ ക്രൂശിനെ ചുമക്കുവാൻ താല്പര്യപ്പെടുന്നു, നിനക്കൊരു വിജയമുണ്ട്, നിനക്കൊരു രക്ഷയുണ്ട്, നിനക്കൊരു മഹത്വമുണ്ട്. ഓ ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായ യേശു ഇന്ന് രാത്രി ഒന്നുകൂടി ആത്മാവിന്റെ ബലത്തെ നിനക്ക് തരികയാണ്. ഒന്നുകൂടി ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ തരികയാണ്. ഒന്നുകൂടി പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നിന്റെ മേൽ തരികയാണ്. അല്പനേരം ആത്മാവിൽ ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ദൈവം ചിലരെ തൊടുകയാണ്. ആത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ചിലരുടേതായ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരികയാണ്. എവിടെയോ നിലവിളിക്കുന്ന ചിലര്, എവിടെയോ കരയുന്ന ചിലര്, എവിടെയോ പാപേ ദൈവത്തോട് കരയുന്ന എന്റെ പ്രാർത്ഥനയ്ക്ക് എന്നാണ് മറുപടി, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ബലവാനായ യേശു നിന്റെ കരത്തെ പിടിക്കുകയാണ്. ആ യേശുവിന്റെ കര നിന്റെ മേൽ തൊടുകയാണ്. ഓ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ ചില ദൈവമക്കളെ വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ഭയങ്ങൾ മാറിപ്പോകുകയാണ്. ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്ന ഒരു കർത്താവ്, മരണത്തിന്റെ അധികാരി അവനല്ല അധികാരി, യേശുവാണ് അധികാരി. പിശാചല്ല അധികാരി. നിന്റെ ജീവിതത്തിന്റെ അധികാരി സാത്താനല്ല. നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സാത്താനല്ല. നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പിശാചല്ല. ഇന്ന് രാത്രി യേശുവാണ് അധികാരി. പ്രിയമുള്ളവരെ, കുറെ കാര്യങ്ങൾ ഞാൻ പറയുവാനിടയായി തീർന്നു. ക്രിസ്തു ക്രൂശിതനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി. ആട്ടുകൊറ്റന്മാർക്കും കാളക്കിടാക്കന്മാർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാതിരുന്ന നമ്മെ, ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുവാൻ പറ്റാതിരിക്കുമ്പോൾ
ഒരിക്കലാ തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ കടന്നുപോയി. ആ രക്തം നമുക്ക് വേണ്ടി ചിന്തി ആ കഷ്ടാനുഭവങ്ങളിലൂടെ നമുക്കൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, സ്തോത്രം. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഹൃദയത്തെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാം. എത്രയോ കഷ്ടപ്പാടുകൾ, എത്രയോ വേദനകൾ സഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ യേശു കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ദൈവത്തിന്റെ സന്നിധി എഴുന്നേറ്റ് നിന്നാട്ടെ. അതരഘടക ശബ്ദന ദുരബൽ പ്രൗഢ സിഹോനിയ റേഖാമാന ഷാദിയാന സിയാനിയ. ഹല്ലേലൂയ. സാക്ഷാ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വ്യാധികളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ്. ഈ അമേ കുരിശ് എന്ന് പറയപ്പെടുന്നത്, ഈ ക്രൂശ് സ്തോത്രം നമുക്ക് അനുഗ്രഹമാണ്. ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റുന്നതാണ്. ഈ ക്രൂശ് നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സാത്താന് മറ്റൊന്നിനെയും പേടിയില്ല, സാത്താന് മറ്റൊന്നിനെയും പേടിയില്ല. ക്രൂശ് കണ്ട സാത്താൻ വിറയ്ക്കും, അന്ധകാര ശക്തികൾ വിറയ്ക്കും. ഇന്ന് രാത്രി നീ യേശുവിന്റെ രക്തം പറയുമ്പോൾ സാത്താന്റെ ഗോപുരങ്ങൾ തകരപ്പെടുകയാണ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശു ക്രിസ്തു ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു. പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ ഇന്ന് രാത്രി നമുക്ക് നോക്കാം. അമ്മ, യേശുവിനെ നോക്കിയാണെങ്കിൽ നീ ഒരിക്കലും തളർന്നു വീഴത്തില്ല. നിന്റെ ജീവിതത്തിലെ ഓരോ ചവിട്ടുപടികളിലും നിന്നെ കരം പിടിച്ച് നടത്തുവാൻ ശക്തിയുള്ള ഒരു കർത്താവുണ്ട്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് ഇന്ന് രാത്രി നോക്കാം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. മുറുകെ പറ്റുന്ന പാപത്തെ വിട്ട് ഓടാം, ഭാരത്തെ വിട്ട് ഇന്ന് രാത്രി ഓടാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ആ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ക്രൂശാണ് നമ്മുടെ മാതൃക, യേശുവാണ് നമ്മുടെ മാതൃക. ഇന്ന് രാത്രി മറ്റൊരുത്തനിലെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമമില്ല. അല്പനേരം കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അല്പനേരം കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രി ആ വലിയ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ സ്വർഗ മഹത്വം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഒരു പാട്ടിന്റെ ഈരടികളിൽ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. കൊല്ലുന്ന മരണത്തിൻ ഘോരതരം വിശപ്പല്ലു തകർന്നതാകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിശപ്പല്ലു തകർന്നതാകയാ, ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ.
യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്ത് ജീവിക്കുന്നു. ലോകത്തെ താനിനി വേഗം വരും രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലനെ നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. മണ്ണിലനെ നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.